ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് ഫുജൈറയിൽ നിന്ന് അജ്മാനിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല ഹെവി കുന്നുകളാണ്. ആ കാണുന്ന അറബ്സിൻ്റെ മസ്ര എന്ന് പറയും, അവരുടെ ഫാം പോലത്തെ സെറ്റപ്പാണ്. വെള്ളമൊന്നും ഇല്ലാത്തടത്ത് നല്ലവണ്ണം വെള്ളമൊക്കെ കൊടുത്ത് അവരെങ്ങനെയെങ്കിലും വളർത്തിയെടുക്കും. എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതും മസ്ര എന്ന് പറയും, ഒരു ചെറിയ ഫാം പോലെ. ഈ സൈഡ് ഫുള്ള് ഇതാ കേട്ടോ, നമ്മുടെ വലിയ വലിയ ട്രക്കുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാണ്. പെട്ടെന്നാണ് കേട്ടോ നമുക്കൊരു എന്താ പറയണ്ട, പൊടിക്കാറ്റ് പെട്ടെന്ന് കയറി വന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ പെട്ടെന്ന് നമുക്കൊരു എന്താ കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരാവശ്യത്തിന് വേണ്ടിയാണ്. ഞാൻ എന്താണെന്ന് പിന്നെ പറയാം. പക്ഷേ നമുക്കത് അവിടെ ചെന്ന് കയറുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം അത് നിയമപരമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ചെന്ന് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ് പോയത്. അപ്പം കണ്ടോ, വലിയ ട്രക്ക്, ഇത് അവിടുത്തെ റൗണ്ട് ഓഫ് ബോർഡാണ് കേട്ടോ. നമ്മളിങ്ങനെ തിരിഞ്ഞ് പോവാണ്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വീഡിയോസ് കട്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ആക്കുന്നുണ്ട്. ഞാനവിടെ എന്തോ പറയുവാണ്. ആ കാണുന്നതൊക്കെ സിമെൻറ്റ് ഫാക്ടറി കേട്ടോ, സിമെൻറ്റ് ഫാക്ടറിയാണ് ആ കാണുന്നത്. ഈ സൈഡിലും വീടുകളാണ്, അങ്ങോട്ട് വീടുകളാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഈ വെള്ളമില്ലാത്ത പല സ്ഥലങ്ങളിലും ഈ മരങ്ങൾ പിടിച്ചേക്കുന്നതേ എന്ത് അത്ഭുതമല്ലേ. ഈ രണ്ട് സൈഡിലും മരുഭൂമിയാണ് കേട്ടോ. നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് അത്രയും കാണിച്ചാലും ബോറായാലെന്ന് ഓർത്തിട്ട് ഞാൻ മാക്സിമം ഒന്ന് വെട്ടിക്കുറച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയൊരു അണ്ടർ ബ്രിഡ്ജിൻ്റെ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ സൈഡിലും ഇതും ഒരു തോട്ടമാണ് കേട്ടോ. ഇവിടെ മസ്ര എന്ന് പറയും, തോട്ടമാണ്. അതൊരു അടിപൊളി തോട്ടമാണ് കേട്ടോ. അത്രയും മരുഭൂമി, അത് ആ ഒരു ഏരിയയിൽ ഒരു അടിപൊളി ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോവാണ്. ആ കാണുന്നത് വെറും മരങ്ങൾ മാത്രമാണ്. ഞാൻ ചുമ്മാ എനിക്ക് പെട്ടെന്ന് പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ ഓർത്തപ്പോൾ എടുത്ത കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഉദ്ദേശം നമ്മുടെ സുഹൃത്തിന് വേണ്ടി പോകുന്ന കാര്യമായിരുന്നെങ്കിലും കണ്ടോ, ഹെവി ലോഡ് ട്രക്ക് പോകുന്നത് കണ്ടോ. ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്കകത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഫിഷിങ്ങുമായിട്ടുള്ളൊരു വീഡിയോയുടെ കൂടെ ഒരു ചെറിയൊരു ട്രാവലിങ്. എന്തായാലും നല്ല ക്ലൈമറ്റും കാര്യങ്ങളും നല്ല വെയിലും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മൊബൈൽ എടുത്തപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ സൂമൊക്കെ ചെയ്ത്, എന്നാൽ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള ആൾക്കാരുടെ, നമ്മുടെ ഫാമിലിപ്പെട്ട ആൾക്കാരുടെ കാണണമെന്ന് ഓർത്തിട്ടാവട്ടെ ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വലിയ വണ്ടികളുടെ നമ്പറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആളുകളോ ഒന്നും പെടാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം. ഇതവിടുത്തെ ഒരു നൈസ് റൗണ്ട് ഓഫ് കേട്ടോ. അവിടെ നമ്മൾ ഈ മാനും പിന്നെ ചെറിയ ചെറിയ ആടും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, സിമെൻറ്റിലൊക്കെ ഉണ്ടാക്കത്തില്ലേ. ഇവിടുന്ന് അങ്ങോട്ടും പിന്നെ വീടുകളും കാര്യങ്ങളും വലിയൊരു എന്താ പറയണ്ടത്, നമ്മൾ ചെന്ന് കയറി വലിയൊരു സിറ്റിയും കാര്യങ്ങളുമാണെന്ന് പറയാം. പക്ഷെ നമ്മൾ അജ്മാനിലെത്തി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ എന്താ പറയണ്ടത്, ഞാൻ ദുബൈയിൽ 1 ടൈമൊക്കെ പോയിട്ടുള്ളൂ. അതേപോലെ അബുദാബി ഞാൻ പോയിട്ടില്ല. അപ്പം നമ്മളിവിടെ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ അത്യാവശ്യം നമുക്ക് നമ്മൾ വരുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വലുതായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഒന്നും അല്ലെന്ന് നമ്മൾ ദുബൈയിലും അബുദാബിയിലൊക്കെ പോയാൽ മനസ്സിലാവും, ഒന്നും അല്ല എന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളിൽ നമ്മുടെ എന്താ പറയണ്ടതെന്ന് ഒരു വ്ളോഗായിട്ടിരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ കേട്ടോ. ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു റൗണ്ട് ഓഫ് ബോർഡിലെത്തി നമ്മൾ നിന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം സൈഡിലൊക്കെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം എന്നോർത്തിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളും കൂടെ കുറച്ച് ആഡ് ചെയ്താൽ നമ്മുടെ ചാനലിലൊന്ന് എന്താ പറയണ്ടേ, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ ആവും എല്ലാവരുമായിട്ടും. അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞ് സംസാരിച്ച് പോകുമ്പോൾ നല്ലൊരു ഫാമിലി യൂട്യൂബിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ബേസിലാണ്. പിന്നെ നല്ല രീതിക്ക് വെയിലില്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിലും എന്താ പറയണ്ടേ, ഒരു ഈവനിങ് ടൈം ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫോണിലൊന്നും നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നല്ലൊരു ടൈം കിട്ടിയപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെതറായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം അത് എടുത്തപ്പം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ പോയി. ഇപ്പം നെസ്റ്റോഡ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ കാണുന്നത് കേട്ടോ, നെസ്റ്റോഡ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് ഓഫ് ബോർഡിലെത്തി.
നമ്മൾ അവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് കയറാൻ വേണ്ടി തുടങ്ങുവാണ്. ഇത് കുറച്ച് ദൂരമുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലം. അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുത്താണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലും കണ്ടേക്കുന്ന കാര്യങ്ങളാണ് ഈ എല്ലാ റോഡിൻ്റെ സെൻറ്ററിലും ഈ ഈന്തപ്പന മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴേ ഈ മറ്റുള്ള ആൾക്കാരുടെ വണ്ടികളുടെ നമ്പർ അതേപോലെ ആൾക്കാരൊന്നും വരാത്ത രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ എത്ര കാലം കിടന്നാലും നമുക്കൊരു സമാധാനമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ വരും. ചിലപ്പം പറയാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒരു പണി തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാര്യം മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ വീഡിയോ എടുക്കേണ്ട അതൊക്കെ ഒരു ശരിയായൊരു നടപടിയല്ല എന്നുള്ളത് നമുക്കും അറിയാം. പിന്നെ നിയമപരമായിട്ടും അതൊക്കെ വലിയ കുറ്റമുള്ള കാര്യമാണ്. അപ്പം നല്ല 3-4 പന നിൽക്കുന്ന ഒരു റൗണ്ട് ഓഫ് ബോർഡാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ലവണ്ണം കട്ട് ചെയ്ത് മിനുക്കി ഒതുക്കി റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ പതിയെ പതിയെ നമുക്ക് ഗ്രോ ആയി മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഏകദേശമൊക്കെ നമ്മൾ അടുക്കാറായി എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്ന സ്ഥലത്തുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മളങ്ങോട്ട് തിരിയുന്നിടത്തെ ഒരു വീഡിയോ വരരുത് എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ പിന്നെ കളറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് ആയതുകൊണ്ട് കാണാനും എന്താ പറയണ്ടേ, നൈസാണ്. ആദ്യം എനിക്ക് കളർ കാണുമ്പം എന്തോ പോലെ ആയിരുന്നെങ്കിലും പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, അത് ഒരു നല്ലൊരു എന്താ പറയുക യൂണിക്കായിട്ട് നമ്മളെല്ലാം ഒറ്റയൊരു ഏകദേശമൊക്കെ ഒരേ ഒരു കളർ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കണ്ണിന് കാണാൻ വേണ്ടി നല്ലൊരു കുളിർമയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു.